ശിവശങ്കര ജയ ജയ ശിവശങ്കര. ഓം മമ ഗുരു മഹാദേവ നമസ്തുതേ. മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിലേക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തെ ശിവരാത്രി സമാഗതമായിരിക്കുകയാണ്. ഇവിടെ ശിവരാത്രിക്ക് മുന്നോടിയായിട്ട് 51 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ ഉണ്ട്. അത് ഇവിടുത്തെ പ്രഭാഷണങ്ങൾ സ്ഥിരമായി കേൾക്കുന്നവർക്ക് അറിയാവുന്നതുമാണല്ലോ. അങ്ങനെയുള്ള നോമ്പിൻ്റെ ആരംഭം ജനുവരി മാസം 8-ാം തീയതി മുതൽ തുടങ്ങുകയാണ്. ശിവരാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഈ പ്രപഞ്ചം ഉണ്ടായതിൻ്റെ കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഭഗവാൻ ഈ പ്രപഞ്ച ഉത്പാദന സമയത്ത് പാലാഴി മദനം എന്ന് പറയുന്നത് അത് ശാസ്ത്രീയമായി തന്നെ ഗുരുമുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ വിഷം പാനം ചെയ്യുകയും ഈ ലോകത്തിലേക്ക് വമിച്ച വിഷാംശങ്ങൾ പാനം ചെയ്യുകയും അത് ഭഗവാന്റെ കണ്ഠത്തിൽ അമ്മ പ്രകൃതി ദേവിയുടെ സഹായത്താൽ തന്നെ അതിനവിടെ തിളങ്ങി നിർത്തുവാനും കഴിഞ്ഞു. പ്രകൃതിയിലേക്ക് വന്നിട്ടില്ല, പ്രകൃതി തന്നെയാണ് തിളങ്ങി നിർത്തിയിരിക്കുന്നത്. എന്നാൽ ഒരിക്കൽ അതെല്ലാം വരും. എന്നേക്കുമായിട്ട് തടങ്ങി നിർത്തുവാനും കഴിയില്ല. അത് കലിയുഗത്തിൽ അതെല്ലാം ഓരോ മനുഷ്യരിൽ കൂടി തന്നെ ആവശ്യം വമിച്ചുകൊണ്ട് ഇവിടെ കലിയുഗ അവസാനവും ഉണ്ടാകും. എന്നാൽ ഈ വർഷത്തെ ശിവരാത്രിയോടനുബന്ധിച്ച് തന്നെ ചില കാര്യങ്ങൾ ഉണ്ട്. അതൊരു പ്രവചനമായി തന്നെ എടുക്കുക. ഈ പ്രപഞ്ചമുണ്ടായതിൻ്റെ ഒരു കാലക്കണക്കുകളുണ്ട്. അതിവിടെ ഈ ഒരു പ്രഭാഷണത്തിലോ എങ്ങനെ പറഞ്ഞാലും തന്നെ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ശിവരാത്രിയുടെ തുടക്കം മുതലും അല്ലെങ്കിൽ ഈ ശിവരാത്രിക്ക് ശേഷം മുതലും പ്രപഞ്ചം മറ്റൊരവസ്ഥയിലേക്ക് മാറുകയാണ്. അത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുവാനും കാതുകൾ കൊണ്ട് തന്നെ അത് കേൾക്കുവാനും കഴിയും. പ്രപഞ്ചത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. അത് ശാസ്ത്രകാരന്മാർ പോലും ഇതുവരെയും അവർക്ക് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ. സൂര്യൻ്റെതായ മാറ്റം, ചന്ദ്രന് മാറ്റം, നക്ഷത്രങ്ങൾ കുറെ നാശമടഞ്ഞു പോകുന്നു, കുറെ പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും പ്രപഞ്ചത്തിൽ വൻ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു കാലത്തിന് നാന്ദി കുറിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മറ്റാരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. ഇതൊരു പ്രവചനമാണ്, മഹാദേവന്റെ അരുളപ്പാടാണ്. അങ്ങനെ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഈ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അത് നമ്മുടെ ഭൂമിയെയും ബാധിക്കുന്നുണ്ട്. അത് മനുഷ്യരിൽ കൂടിയും പക്ഷിമൃഗാദികളിൽ കൂടിയും കാലാവസ്ഥകളിൽ കൂടിയും ഒക്കെയും നമ്മെ ബാധിച്ചെന്നിരിക്കും. അത്തരത്തിൽ തന്നെ നമ്മൾ ഇതുവരെ കേൾവിയില്ലാത്ത പല കാര്യങ്ങളും ഈ ഭൂമിയിൽ മനുഷ്യരാൽ തന്നെ സംഭവിക്കപ്പെടും. പ്രത്യേകിച്ച് ദേവ അസുര യുദ്ധ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കപ്പെടും. വലിയൊരു യുദ്ധാന്തരീക്ഷം ഈ ഭൂമിയുടെ പല ഭാഗങ്ങളിലും സൃഷ്ടിക്കപ്പെടും. ചില രോഗാവസ്ഥകൾ അത് ഇതുവരെ കേൾവിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നൊരവസ്ഥയിലേക്കുണ്ടാകും. മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നൊരു കാലം. മനുഷ്യനോട് ശത്രുത വച്ചു പുലർത്തുന്നൊരു കാലത്തിലേക്ക് എത്തപ്പെടുന്നൊരു കാലം. കലിയുഗത്തിന്റെ ഏറ്റവും തീക്ഷ്ണമായ ഒരു അവസ്ഥയിലേക്ക് കടക്കുന്ന, അതിനുവേണ്ടി പ്രപഞ്ചം തയ്യാറാകുന്നതിനോടൊപ്പം തന്നെ അത് ഈ ഭൂമിയെയും ബാധിക്കത്തക്ക രീതിയിൽ ഒരു മാറ്റം അതാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്ന് വെച്ചിട്ടത് ഉടനെ ഇന്നുണ്ടായി നാളെയുണ്ടായി മറ്റന്നാൾ അങ്ങനെ പെട്ടെന്നുണ്ടാകുമെന്നുള്ളതല്ല. അതിൻ്റെ തുടക്കം കുറിക്കുകയാണ്. ഇനി മുതൽ അങ്ങോട്ട് കലിയുഗത്തിന്റെ തീക്ഷ്ണതയുള്ള വർഷങ്ങളായിരിക്കും കടന്നു വരുവാൻ പോകുന്നത്. അത് ഈ ഒരു വർഷം ഈ ഒരു പ്രപഞ്ചത്തിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായെങ്കിൽ അതടുത്തൊരു 5 വർഷം കഴിഞ്ഞായിരിക്കും അടുത്ത വലിയൊരു മാറ്റം ഉണ്ടാകുന്നത്. കാരണം അങ്ങനെ മാറ്റങ്ങളുടെ ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഭൂമിയെ ബാധിക്കുമ്പോൾ അത് സമുദ്രത്തിലുണ്ടാകാം, മലകൾക്കുണ്ടാകാം, ഭൂമിയുടെ പാളികൾക്കുണ്ടാകാം. ഇങ്ങനെ എല്ലാം കൊണ്ടും എന്തിനേറെ പറയുന്നു, ഭൂമിയുടെ ഭ്രമണപഥത്തിന് വരെ അതിൻ്റെ അവസ്ഥ ഈ ഒരു കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാറ്റം സംഭവിച്ചെന്നിരിക്കും.
ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യന്റെ ബുദ്ധിയിൽ വിശേഷ ബുദ്ധിയില്ലാതെ പോവുകയും ഇതിന്റെ ഫലമായി മനുഷ്യന്റെ ചിന്തകളിൽ പോലും വൈരാഗ്യ ബുദ്ധി ഉദയം ചെയ്യും. കലിയുഗത്തിന്റെ തീഷ്ണതയിലേക്ക് കടക്കുന്ന ഒരു സമയം. അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചിരിക്കാത്ത രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം സംഭവിക്കും. നല്ല ഭരണാധികാരികളെ കിട്ടാതെ വരിക, എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു അവസ്ഥ. ഇതോടുകൂടി മനുഷ്യൻ തന്നെ മനുഷ്യനെതിരെ ആയുധമെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി വരും. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാകാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പ്രപഞ്ചമാകെ കിടക്കുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ നമ്മുടെ ഭൂമിയിലേക്ക് ഉണ്ടാക്കാം. എന്നാൽ കലിയുഗത്തിൽ ഭഗവാൻ മഹാദേവനെ ഒരുപാടൊന്നും പ്രാർത്ഥിക്കുവാൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ കൂടി ഓം നമഃ ശിവായ ഈ പഞ്ചാക്ഷരി മന്ത്രം ദിവസം 108 തവണയെങ്കിലും കുറഞ്ഞത് ജപിക്കണം. എപ്പോഴും ജപിച്ചുകൊണ്ട് നടന്നാലും നമ്മൾ നടക്കുമ്പോഴോ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴോ മനസ്സിൽ ഓം നമഃ ശിവായ എന്ന് ജപിക്കുന്നതും നല്ലതാണ്. അത്തരം ജപങ്ങളിൽ കൂടി അതിന്റെ പ്രഭാവത്തെ, ഗുരു നേരത്തെ പറഞ്ഞിരുന്ന അത്തരം പ്രഭാവങ്ങളിൽ നിന്നൊക്കെയും നമുക്കൊരു സംരക്ഷണം ഉണ്ടായിരിക്കും. കാരണം കലിയോട് പറഞ്ഞിരിക്കുന്ന വാക്കാണ്, നമഃശിവായ ജപിക്കുന്നവനെ നോക്കുക കൂടി ചെയ്യരുത്. എന്നാൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ജപിച്ചു നടക്കുന്നവർക്ക് കലി ബാധിച്ചെന്നിരിക്കാം, കലിയുടെ ദോഷങ്ങൾ ഉണ്ടായെന്നിരിക്കാം. കലിയുഗത്തിന്റെ തീഷ്ണതയിലെത്തുമ്പോൾ എല്ലാവരെയും ബാധിക്കും, സകല വസ്തുക്കളിലും ബാധിക്കും. എന്നാൽ പ്രപഞ്ചത്തിന്റെ പിതാവായിരിക്കുന്ന നമഃശിവായ ജപിക്കുന്ന മനുഷ്യന്റെ മേൽ കലിയുടെ ദൃഷ്ടി പതിക്കരുത് എന്നൊരവസ്ഥ കൂടി ഉണ്ട്, എന്നൊരു സത്യം കൂടിയുണ്ട്. അത് ഗുരു പറഞ്ഞുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുവാൻ ഇന്നുദ്ദേശിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശിവരാത്രിയാണ്. ജനുവരി 8-ാം തീയതി മുതൽ ശിവരാത്രി വ്രതം ആരംഭിക്കുകയാണ്. ശിവരാത്രി നാൾ വരെ എല്ലാവർക്കും അതുപോലെയൊന്നും നോമ്പിരിക്കാൻ കഴിയില്ല. ഏകദേശം 51-60 ദിവസത്തോളം സമയം ആ നോമ്പിന്റെ കാലാവധിയുണ്ട്. എങ്ങനെയാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചിരിക്കുന്നത്, അത് ചെയ്തിരുന്നതും എന്ന് മുൻകാല ശിവരാത്രി കാലത്തിലെ പ്രഭാഷണങ്ങളിൽ ഗുരു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പഞ്ചനമസ്കാരം ഉൾപ്പെടെയുള്ള, ഉപവാസം ഉൾപ്പെടെയുള്ള, യാമപൂജകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ ശിവരാത്രിയോടനുബന്ധിച്ച് അതിന്റെ ഒരു ദിവസം മുൻപേ തുടങ്ങുന്ന നോമ്പാണ്, അത് ഒരു ദിവസമേ കാണത്തുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ആദ്യകാലം മുതൽ ശിവരാത്രി നോമ്പ് എങ്ങനെയായിരുന്നുവോ അതേ രീതിയിൽ തന്നെ അതിനൊരു കുറവും വരുത്താതെ ഗുരു പ്രത്യേകം പറയുന്നു. ആട്ടവും പാട്ടും ഒന്നും തന്നെ ഇവിടെ ഇല്ല, എല്ലാം ജപമാണ്. ലോകത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഭഗവാൻ എല്ലാവരിലും കരുണ ചൊരിയുന്നതിന് വേണ്ടിയും ഇവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സമർപ്പിച്ചിരിക്കുന്നവരുടെ ആ പ്രശ്നങ്ങളൊക്കെയും ഒന്ന് മാറുന്നതിന് വേണ്ടിയും അവർ സന്തോഷത്തോടെ ജീവിക്കുന്നതിന് വേണ്ടിയും ഒക്കെയും കൂടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വർഷക്കാലം മഹാദേവ പ്രചാരക സംഘത്തോടൊപ്പം ചേർന്ന് നിന്നവരുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകമായി തന്നെ പ്രാർത്ഥനയും ജപവും ഈ പറയുന്ന നാളുകൾ മുഴുവനുമുണ്ട്. ചില ആൾക്കാർ വന്നിട്ടുണ്ട് കാര്യസാധ്യത്തിന് വേണ്ടി. അവർ 1-2 ദിവസമോ നമഃശിവായൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ അവരുടെ കാര്യത്തിലേക്ക് പോകും. അങ്ങനെ അവർ ഗുരുവിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞും സ്നേഹം നടിച്ചുമൊക്കെയും കുറെ കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. അങ്ങനെ പോയവരുണ്ട്. എന്നാൽ ഒന്നും കിട്ടില്ല എന്നറിഞ്ഞിട്ട് പോകുന്നവരുമുണ്ട്. എന്ത് കിട്ടാനാണ്? ഗുരു ഇവിടെ പ്രാർത്ഥിക്കുന്നു, ഭഗവാൻ പറയുന്നു ആ വ്യക്തിക്ക് വേണ്ടി ഇന്നതുപോലെ പ്രാർത്ഥിക്കൂ. അത് മാത്രമാണ് ഗുരു ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ ഊർജം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന പല മുൻജന്മ ബന്ധങ്ങളിൽ നിന്നുള്ള ചില ഊർജങ്ങളെ മാറ്റി നിർത്തുന്നു എന്ന് മാത്രം. ഇതെല്ലാം ഗുരുവിന്റെ കഴിവല്ല. അതുകൊണ്ട് ഈ ഒരു വർഷക്കാലം മുഴുവൻ ഇവിടെ മഹാദേവ പ്രചാരക സംഘത്തോട് ചേർന്ന് നിന്ന കുറേ വ്യക്തികളുണ്ട്. ആരുടെയും പേരെടുത്തൊന്നും പറയുന്നില്ല, എല്ലാ കാര്യത്തിലും. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രാർത്ഥനയിൽ അത് പറയുന്നതനുസരിച്ച് ആ ജപത്തില് കൂടിയെല്ലാം അവർ പറയുന്നത് പോലെ ജപിച്ചും അവരുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെട്ടവരുണ്ട്. അങ്ങനെയുള്ള കുറേ പേരുണ്ട്. എല്ലാവരെയും ഗുരു ഓർക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ പറയുന്ന നാൾ മുഴുവനും ദിവസേന തന്നെ പ്രത്യേകം പ്രാർത്ഥനയും ജപവും ഒക്കെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്നും ഈ പറയുന്ന ദിവസം മുഴുവൻ ഉപവാസം ഇരിക്കണമെന്ന് ഗുരു പറയുന്നില്ല. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. പലവിധ ജോലികൾ ചെയ്യുന്നവരുണ്ട്. ഓരോരുത്തർക്കും ഓരോ ജോലി സമയമുണ്ട്.
പല രാജ്യങ്ങളിൽ കഴിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടുത്തെ ഭക്ഷണം കഴിക്കേണ്ടി വരും. ഇവിടുത്തെ സമയമായിരിക്കില്ല അവിടുത്തെ സമയം. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇവിടുന്ന് ഗുരു പറയുന്നു, കഴിവതും ഈ പറയുന്ന നാളുകളിൽ നന്നായി നമഃശിവായ ജപിക്കുക. ശിവരാത്രി ദിനം വരെയും നന്നായി നമഃശിവായ ജപിക്കുക. രാവിലെ കുളിച്ച്, വേറെ അസുഖക്കേടുകളൊന്നും ഇല്ലാത്തവർ രാവിലെ കുളിച്ച് ഭസ്മം ധരിക്കണം. അതുപോലെ വൈകുന്നേരവും പറ്റുമെങ്കിൽ ഒരു കുളിയും കൂടെ കുളിച്ച് ഭസ്മം ധരിക്കുക, നമഃശിവായ ജപിക്കുക. ഇത് രണ്ടും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങൾ എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിച്ചോളൂ, കുഴപ്പമില്ല. ശിവരാത്രി ദിവസം അതിൻ്റെതായ രീതിയിൽ ഇരുന്നാൽ മതി. നിങ്ങൾ എന്ത് ഭക്ഷണവും കഴിക്കുക. മറ്റേ അശുദ്ധികളൊന്നും ബാധകമല്ല. ഗുരു പറയുന്നുണ്ട്, ഭഗവാൻ ഒന്നും അശുദ്ധമായിട്ടില്ല. ഭഗവാനെ നിങ്ങളുടെ മനസ്സും ആത്മാവും ശുദ്ധമാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യുക. മറ്റു കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ ചോദിച്ചാൽ പറഞ്ഞു തരാം. അതുപോലെ തന്നെ പ്രഭാഷണങ്ങൾ ശിവരാത്രി നാൾ വരെ കുറവായിരിക്കും, എല്ലാ ആഴ്ചയിലും കാണില്ല. കാരണം കഴിഞ്ഞ മുൻകാല ശിവരാത്രി പോലെയല്ല, കഠിനമായ രീതിയിൽ തന്നെയാണ് ഗുരുവും മഹാദേവ പ്രചാരക സംഘവും അതിനു വേണ്ടിയിട്ട് തയ്യാറാകുന്നത്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ കൂടി അറിയിക്കാം. ഇവിടെ പലരും ശിവലിംഗം വേണമെന്നും രുദ്രാക്ഷം വേണമെന്നും ഒക്കെ പറയുന്നുണ്ട്. ശിവലിംഗം നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് അതിൻ്റെ ആകൃതിയിലുള്ളത് നാട്ടിലൊക്കെ ലഭ്യമാണ്. എന്നാൽ യഥാർത്ഥമായ രുദ്രാക്ഷം കിട്ടുക എന്ന് പറയുന്നതും അതൊരു പ്രശ്നമായി തന്നെ നിൽക്കുന്നു. പലരും കരഞ്ഞു, ഗുരുവേ രുദ്രാക്ഷം നല്ലത് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ മഹാദേവ പ്രചാരക സംഘം ഇത് നേപ്പാളിൽ നിന്ന് തന്നെ അതിൻ്റെതായ രീതിയിൽ തയ്യാറാക്കപ്പെടുന്ന രുദ്രാക്ഷത്തിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. അത് ലഭിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവിടുന്ന് അതിൻ്റെതായ ജപവും കാര്യങ്ങളും ഒക്കെയും കഴിഞ്ഞതിന് ശേഷം ആവശ്യപ്പെട്ടവർക്ക് അയച്ചു തരാം. ഉറപ്പ് പറയുന്നില്ല. അതിൻ്റെതായ ആ ഒരു യഥാർത്ഥമായ ആ ഒരു രുദ്രാക്ഷം അത് ലഭ്യമാകണം. മറ്റു പലരും യഥാർത്ഥം എന്നൊക്കെ പറഞ്ഞ് മറ്റു പലതുമൊക്കെയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജപമാലയും കയ്യിൽ അണിയുവാനുള്ള ഒരു ബ്രേസ്ലെറ്റ് പോലുള്ള അത് രണ്ടുമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അത് പുരുഷന്മാരും സ്ത്രീകളും കയ്യിൽ 21 രുദ്രാക്ഷം കാണും. 21 അല്ല, അത് അതിൻ്റെ നവരത്നങ്ങൾ കൂടി കൂട്ടി, നവരത്നത്തിൻ്റെ മുത്തുകൾ കൂടി കൂട്ടി 21 വരും. അപ്പോൾ 21 തവണ ജപിക്കുവാൻ കണക്കാക്കിയുള്ളതാണത്. പിന്നെ ഒരു 108 ഉള്ള ജപമാല. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമുക്ക് അതിൻ്റെ യഥാർത്ഥമായ രീതിയിൽ ലഭ്യമാവുകയാണെങ്കിൽ മാത്രം അതിവിടെ നിന്ന് ജപിച്ച് തരാം എന്നും പറഞ്ഞ് എല്ലാവരും കൂടി എനിക്ക് വേണം എന്നും പറഞ്ഞ് വരണ്ട. ലഭ്യമാകുന്ന മുറയ്ക്കാണ് അതിന് ശിവരാത്രിയോടനുബന്ധിച്ച് അതിൻ്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ നോമ്പ് കാലം കഴിവതും കഴിവുള്ളവർ നിങ്ങൾ ഭക്ഷണമൊക്കെ ഒന്ന് പതിവ് പോലെ കഴിക്കുന്നതിൽ നിന്ന് അല്പം അളവ് കുറയ്ക്കുക. നിങ്ങൾ അളവ് കുറയ്ക്കുമ്പോൾ ആ ഭക്ഷണം നിങ്ങൾ ഒരിക്കലും വേസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഈ അളവ് കുറയ്ക്കുന്ന സമയം നിങ്ങൾ എത്രയാണോ മാറ്റിവെച്ചത് അത് ഏത് വിധേനയും മറ്റൊരു വ്യക്തിക്ക് ലഭ്യമാകും. നിങ്ങൾ ഒരു മാസം നിങ്ങൾ ഒരു കടയിൽ നിന്നും 5000 രൂപയ്ക്കോ 10000 രൂപയ്ക്കോ സാധനം വാങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഗുരു ഉദാഹരണം പറഞ്ഞതാണ്, ഭക്ഷണാവശ്യങ്ങൾക്ക് 5000-ഓ 10000-ഓ രൂപയ്ക്കൊക്കെ സാധനം വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ അളവൊന്ന് കുറയ്ക്കുക. അത് ആ കടയിലിരിക്കും, അത് അടുത്തൊരാളിന് കിട്ടില്ല. അങ്ങനെ അത് നമുക്ക് ലഘൂകരിക്കാൻ കഴിയും. അങ്ങനെ ഒന്ന് ലഘൂകരിച്ച് നിങ്ങൾ അരവയർ ആഹാരമൊക്കെ കഴിച്ച് അതൊക്കെ ഭഗവാനോടൊപ്പം ഇരുന്നു. ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപം എന്ന് പറഞ്ഞാൽ 2 ഉപം, രണ്ടാമതൊരിടത്ത് വസിക്കുക. നിങ്ങളിപ്പോൾ വസിക്കുന്നത് ഈ ഭൂമിയിലാണ്, അത് 1-ാം ഇടമാണ്. 2-ാം ഇടം എന്ന് പറയുന്നത് ഭഗവാനൊപ്പമാണ്. അപ്പോൾ ആ 2-ാം ഇടത്തിൽ ഭഗവാനോടൊപ്പം വസിക്കുന്നതാണ് ഉപവാസം. പട്ടിണി കിടന്നോ ജലം മാത്രം കഴിച്ചോ ഉള്ള ആ ഒരു ഭക്ഷണം നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിലും അത് കഴിക്കാതെ ദൈവത്തിൻ്റെ മുന്നിൽ ഇരിക്കണമെന്നൊരു ദൈവവും പറഞ്ഞിട്ടില്ല. നിന്റെ വിശപ്പൊക്കെ മാറ്റി അത് ആവശ്യത്തിന് കഴിച്ച് ഭഗവാനോടൊപ്പം ഇരിക്കുക, ജപിക്കുക. ഉറക്കം വരുന്ന ആൾക്കാരുണ്ട്, ഉറങ്ങുക. ഉറക്കം വരുവാണെങ്കിൽ അപ്പോൾ തന്നെ ഉറങ്ങുക, അതിനുശേഷം വീണ്ടും ജപിക്കുക. അങ്ങനെയൊക്കെ ഒന്നിനെയും നമ്മൾ വിട്ടുകൊടുക്കരുത്. ആ രീതിയിൽ ഈ ഒരു ശിവരാത്രി നോമ്പുകാലം നിങ്ങൾ മനസ്സിനെയും ശരീരത്തെയും ഉന്മേഷമുള്ളതാക്കി തീർക്കട്ടെ. മറ്റ് സംശയങ്ങൾ സമയം കിട്ടുമ്പോൾ തന്നെ ഗുരു അതനുസരിച്ച് പറയാം. അതുകൊണ്ട് തന്നെ ഈ 8-ാം തീയതിക്ക് ശേഷം പ്രഭാഷണങ്ങൾ ശിവരാത്രി നാൾ വരെയുള്ള സമയം കുറവായിരിക്കും. മറ്റ് കീർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മഹാദേവ പ്രചാരക സംഘ സമയത്തൊക്കെ ചെയ്യും. അഥവാ പ്രഭാഷണം ചെയ്യുവാനുള്ളൊരു സാഹചര്യം വരികയാണെങ്കിൽ ഗുരു തീർച്ചയായിട്ടും അത് ചെയ്യുന്നതുമായിരിക്കും. എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും മംഗളങ്ങൾ ഉണ്ടാകട്ടെ. ഈ ശിവരാത്രി ദിവസം ഇവിടെ സ്വയംഭൂസ്ഥാനിലും മഹാദേവ പ്രചാരക സംഘത്തിൽ കൂടിയും ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന സകല ജനങ്ങൾക്കും സകല സജ്ജനങ്ങൾക്കും ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ മനസ്സുകൊണ്ട് തയ്യാറായി മതി. മനസ്സുകൊണ്ട് നിങ്ങൾ ഭഗവാനിലേക്ക് എൻ്റെ അപ്പനാണ് എന്നൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ
അക്ഷരാർത്ഥത്തിൽ ഞങ്ങളൊക്കെയും ഇവിടെയുണ്ട്. ആ പ്രാർത്ഥന നിങ്ങളിലേക്ക് ലഭ്യമാകണമെങ്കിൽ നിങ്ങളും കൂടി മനസ്സുകൊണ്ട് തയ്യാറാവുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം ഹര ഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ, ഓം സർപ്പധാരി, ഓം ഭസ്മഭൂഷണ, ഓം ഗംഗാധര, ഓം ജടാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂലനാഥ, ഓം ഉമാമഹേശ്വര നമോ നമഃ. ഭഗവാനേ, അഘോരമൂർത്തി ഭഗവാനേ.